പോസ്റ്റ്മോർട്ടം കെയറിന്റെ ഭാഗമായിട്ട് ബോഡി പെയിൻ കുറയ്ക്കാൻ, ഡെലിവറി കഴിഞ്ഞുള്ള ബോഡി സ്ട്രെങ്ത് തിരിച്ചു കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിയുടെ റെസിപ്പിയാണ്, അതായത് ചങ്ങലം പരണ്ട ചമ്മന്തി. പണ്ട് കാലങ്ങളിൽ ചങ്ങലം പരണ്ട ഫ്രാക്ചർ ഹീൽ ചെയ്യാൻ മുതൽ പോസ്റ്റ്മോർട്ടം റിക്കവറിക്ക് വരെ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ചങ്ങലം പരണ്ട നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് വൃത്തിയാക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ചൊറിച്ചില് പോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ ഇതിന്റെ തൊലിയുടെ ഭാഗം റിമൂവ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ശേഷം നല്ല എണ്ണയിൽ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ഉണക്കമുളകാണ്. അത് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കൂടെ കറിവേപ്പിലയും കൂടി ചേർക്കുക. നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് വേണ്ടത്. ചെറിയ പീസ് പുളിയും കൂടി വേണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയുമാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. പിന്നെ ബാലൻസ്ഡ് ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സും കൂടി ആഡ് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്കും പോസ്റ്റ്മോർട്ടം ഫേസിലുള്ള അമ്മമാർക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.